morning, students. Hello. കേൾക്കാമോ? Okay. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആംഗ്ലോ പ്രിപ്പോസ് ആയിരുന്നു. ആംഗ്ലോ പ്രിപ്പോസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ആംഗ്ലോ പ്രിപ്പോസിന്റെ ഡെറിവേഷൻ പ്രോബ്ലം നമ്മൾ ചെയ്തില്ലായിരുന്നു. അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞായിരുന്നോ? ആംഗ്ലോ പ്രിപ്പോസിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ഒരു ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആംഗ്ലോ പ്രിപ്പോസ്? ഇല്ല സർ. നമ്മളിതായിരുന്നു ആംഗ്ലോ പ്രിപ്പോസ് പറഞ്ഞത്. അതായത് ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു ബ്ലോക്ക് വയ്ക്കുമ്പോൾ അത് ഏത് ആംഗിളിലാണ് അത് സ്ലൈഡ് ചെയ്ത് വീഴുന്നത്, അത് ആ പെർട്ടിക്കുലർ ആംഗിളിനാണ് നമ്മൾ എന്താ പറയുന്നത് ആംഗ്ലോ പ്രിപ്പോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി ഒരു പ്ലെയിൻ സർഫസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് വീഴില്ല. അപ്പൊ നമ്മൾ ഗ്രാജുവലി നമ്മൾ ആ ആംഗിൾ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ആ ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുന്ന ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് വീഴും. അതായത് അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ടാണ് അത് സ്ലൈഡ് ചെയ്ത് വീഴുന്നത് അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഒരു ആംഗിൾ വരുമ്പോഴാണ് അത് സ്ലൈഡ് ചെയ്ത് വീഴുന്നത്. അപ്പൊ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ ഓൺ വിച്ച് എ ബോഡി ഫ്രീ ഫ്രം എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ റിപ്പോസ് ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അത് നമ്മുടെ തിയറി പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. നമുക്കൊരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, വിച്ച് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ, ആൻഡ് വി ആർ ഹാവിംഗ് എ ബ്ലോക്ക് as shown in the figure, and the weight of the block will be acting downwards, that is vertically downwards ആയിട്ടായിരിക്കും എപ്പോഴും വെയിറ്റ് ആക്ട് ചെയ്യുക. വെയിറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യില്ല. സർഫസിന് നോർമൽ ആയിട്ടല്ല വെയിറ്റ് ആക്ട് ചെയ്യുക. വെയിറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. എർത്തിന്റെ സെന്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടാണ് എപ്പോഴും വെയിറ്റ് ആക്ട് ചെയ്യുക. സോ എം ജി ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ നമ്മൾ എം ജി നമ്മൾ ആ സർഫസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജി ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ അല്ലേ. ദാറ്റ് ഇൻക്ലിനേഷൻ വിൽ ബി തീറ്റ. അതായത് ഇവിടുത്തെ ഇൻക്ലൈൻ പ്ലെയിനിന്റെ ആംഗിളിന്റെ ഇൻക്ലിനേഷൻ തന്നെ വരും ഇവിടെ. അത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. കാരണം ഈ എം ജി കോസ്റ്റീറ്റയുടെ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനാണ്. എം ജിയുടെ ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി താഴേക്ക് പോകുന്ന ലൈനാണ്. ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് പെർട്ടിക്കുലർ സർഫസ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ 90 - തീറ്റ വരും. ഇത് ടോട്ടൽ 90 ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഈ ആംഗിൾ തീറ്റ വരും. അത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എങ്ങനെ വന്നു എന്നുള്ളത്. എം ജി കോസ് തീറ്റയുടെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എം ജി തീറ്റയാണ്, അതുകൊണ്ടാണ് എം ജി കോസ് തീറ്റ വന്നത്. അത് ആർക്കും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? തീറ്റ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ +2 ഫിസിക്സ് പഠിക്കുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ഹലോ, എം ജി കോസ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു എം ജി എങ്ങനെ തീറ്റ വന്നു, ആംഗിൾ തീറ്റ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? എനിവൺ ഡൗട്ട് ഉണ്ടോ? ഓഡിബിൾ അല്ലേടെ? കേൾക്കുന്നില്ലേ? Can you hear me? Hello. കേൾക്കുന്നുണ്ട് സാർ. ഇത് എന്ത് ഡൗട്ട് ഉണ്ടോ? അതെങ്ങനെ എം ജി കോസ് തീറ്റ വന്നു എന്നുള്ളത് ഞാനത് വരച്ച് കാണിക്കണോ? This angle is theta. Okay. This angle theta means what? ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നമ്മളിവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻ, ആൻഡ് വി ആർ ഹാവിംഗ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഓവർ ഹിയർ. റൈറ്റ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ദിസ് റൈറ്റ് ആംഗിൾ അറ്റ് ദിസ് പോയിന്റ്, ഇത് 90 ഡിഗ്രി, and this will be 90 - theta. Okay.
So what will be this angle? Then ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ what will be this angle? Because this total angle is 90 degree. So what will be this angle? Theta. ക്ലിയർ ആണോ? വിസിബിൾ ആണോ? അത് ഞാൻ വരച്ചത് വിസിബിൾ ആണോ? എങ്ങനെയാണ് ഈ ആംഗിൾ തീറ്റ വന്നത് എന്നുള്ളത് പറഞ്ഞതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ആംഗിൾ ഇസ് തീറ്റ. ക്ലിയർ ആണോ? ഒന്നിന് വരയ്ക്കണോ? ഫോളോ ചെയ്യുന്നില്ലേ ക്ലാസ്? ഹലോ, ക്ലിയർ ആണ് സർ. this angle is theta. So mg means what? This one mg യുടെ തീറ്റയോട് ചേർന്നത് എന്തായിരിക്കും? mg കോസ് കോമ്പണന്റ് ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് mg സൈൻ കോമ്പണന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് ദിസ് ഇസ് നോർമൽ റിയാക്ഷൻ. എന്താ പറയുന്നത് നോർമൽ റിയാക്ഷൻ? ഹലോ, കേട്ടില്ല. എന്താണ് എന്താ പറഞ്ഞത്? കേട്ടില്ല. മുഹമ്മദാണോ? മുഹമ്മദ് ഫവാസ് ആണോ? എന്താ പറഞ്ഞത്? കേൾക്കുന്നില്ല. ഓഡിബിൾ അല്ലല്ലോ. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചായിരുന്നോ? ഓക്കെ, കേൾക്കാമല്ലോ. ഇതായിരുന്നു നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് പറഞ്ഞത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഡെറിവേഷൻ. അതായത് നമുക്ക് എന്തൊക്കെ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ എം ജി കോസ് തീറ്റ വെർട്ടിക്കലി താഴേക്കുണ്ട്, എം ജി സൈൻ തീറ്റ ഹൊറിസോണ്ടലി വരുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് against motion because the tendency of the body is to slide down the inclined plane. So the frictional force will always be acting against motion, that is upwards. Frictional force upward ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. എം ജി സൈൻ തീറ്റ താഴേക്ക് ആക്ട് ചെയ്യും. ദെൻ വെർട്ടിക്കൽ മറ്റേ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ ആയിരിക്കും. വെയിറ്റിന്റെ നോർമൽ കോമ്പണന്റ്, വെയിറ്റിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ്. സോ ദിസ് എം ജി സൈൻ തീറ്റ എപ്പോഴാണ് എം ജി സൈൻ തീറ്റ എഫിനെക്കാട്ടിലും കൂടുതൽ വരുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് എം ജി സൈൻ തീറ്റ കൂടുതൽ വരുന്നത്? ഒന്നുകിൽ എം ജി വളരെ ഹൈ വാല്യൂ ആയിരിക്കണം. അപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റ് വെയിറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി സ്ലൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എം ജി ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, ഫിക്സിങ് എം ജി. അപ്പൊ വേരി ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ? തീറ്റ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അപ്പൊ ആംഗിൾ വേരി ചെയ്യുന്നതിനനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. തീറ്റ കൂടുന്നതിനനുസരിച്ച് സൈൻ തീറ്റ കൂടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായാലും ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എം ജി സൈൻ തീറ്റ കൂടി വരുമ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂവിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ എം ജി സൈൻ തീറ്റ വരുമ്പോൾ ദിസ് പെർട്ടിക്കുലർ ബ്ലോക്ക് വിൽ സ്ലൈഡ്. അപ്പോഴാണ് ഇത് സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എം ജി സൈൻ തീറ്റ ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആകുമ്പോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതൽ എം ജി സൈൻ തീറ്റ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫ്രീലി സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ലിമിറ്റിംഗ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. എം ജി സൈൻ തീറ്റ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. അതാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത്. അതിനെക്കാട്ടും കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടും കൂടുതൽ വരും എം ജി സൈൻ തീറ്റ വാല്യൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ബോഡി വിൽ ബി ഫ്രീലി സ്ലൈഡിംഗ് ഡൗൺ ദ ഇൻക്ലൈൻ പ്ലെയിൻ. സോ അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് സി ആൻഡ് എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ. അതായത് സർഫസും ബ്ലോക്കും സർഫസും തമ്മിൽ മേക്ക് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ആണ് എന്ത്? ആർ എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ. Okay, this is block, this is the surface, then normal reaction is the, അതെപ്പോഴും സർഫസിന് നോർമൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അത് എപ്പോഴും ഈ സർഫസ് ഇൻക്ലൈൻ പ്ലെയിന്റെ സർഫസിന് നമ്മൾ ഏത് സർഫസിലാണോ വെച്ചിരിക്കുന്നത് ആ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും റിയാക്ഷൻ വരുന്നത്. സോ എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ആൻഡ് എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് സി. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എം ജി സൈൻ തീറ്റ ബൈ എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് സി ബൈ ആർ. അതിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് സി ബൈ ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ ആർ എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്? മ്യൂ എന്നുള്ളത് അറിയാം. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. അതാണ് നമുക്ക് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത് നോട്ട് ചെയ്തേക്കുക ഡെറിവേഷൻ. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റിപ്പോസ്. അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റിപ്പോസ്. ഓൾറെഡി വി നോ ദാറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ. Where ആൽഫ ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഹിയർ ആൽഫ ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ മുമ്പ് ഡെറിവ് ചെയ്തിട്ടുള്ളതാണ്. ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഈ റിലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആംഗിൾ ഓഫ് റിപ്പോസിന്റെ ഡെറിവേഷൻ ചെയ്തിട്ട് വേണം ഇത് പറയാം. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിപ്പോസ് ആണ്.
എപ്പോഴാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് റിപ്പോസിന് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് ഫ്രീ ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ ആംഗിൾ ഓഫ് റിപ്പോസ്? ഹലോ. ഓക്കെ, ദെൻ ദിസ് ഇസ് കോൺ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽഫ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ ഇതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ഒരു അപ്പോൾ ഫോം ചെയ്യുന്ന ഒരു കോണാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ആൽഫ ഇസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമുക്ക് എന്ന് പറയുന്നത് നോർമലി ആയിട്ട് മേക്ക് ചെയ്യുന്ന റിസൾട്ടന്റും നമ്മളുടെ നോർമൽ റിയാക്ഷൻ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദ റിസൾട്ടന്റ് ഫോഴ്സ് ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ ആൻഡ് ദ നോർമൽ ഫോഴ്സ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അത് ഓർക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും നമ്മളുടെ റിസൾട്ടന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ, റിസൾട്ടന്റ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ നോർമൽ റിയാക്ഷന്റെ റിസൾട്ടന്റും നമ്മുടെ നോർമൽ റിയാക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ക്ലിയർ ആണോ? വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ angle made by the resultant. Angle of friction is the angle made by the resultant of ഏതൊക്കെ തമ്മിലുള്ള റിസൾട്ടന്റ് ആണ്? ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് മേക്ക് ചെയ്യുന്നത്. That resultant is this one, this particular line. Okay, this particular line shows the resultant. അപ്പോൾ ആ റിസൾട്ടന്റും പിന്നീട് ആരുമായിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ മേക്ക് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ലൈൻ ഇതാണ്. This acting upwards, this one is acting in this direction, and these two makes an angle alpha. Okay. അപ്പോൾ ബോഡി നമ്മളിപ്പോ ഈ ഡയറക്ഷനിലാണ്. ഇഫ് വി ആർ പുള്ളിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ദെൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇഫ് ദ ബോഡി ഈസ് ബീങ് പുൾഡ് ഇൻ ദിസ് ഡയറക്ഷൻ, ദെൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പൊ പല ഡയറക്ഷൻ നമ്മൾ പുള്ള് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കോൺ ഓഫ് ഫ്രിക്ഷൻ ഫോം ചെയ്യും. അതായത് ഈ ഡയറക്ഷനിലും ഒക്കെ ആയിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. when a body is having impending motion in the direction of P, the frictional force will be limiting friction and the resultant reaction will make an limiting angle alpha with the normal. ഇതാണ് നമ്മൾ angle of friction എന്ന് പറയുന്നത്. The body is having impending motion in some other direction, the resultant reaction makes limiting frictional angle T alpha with the normal to that direction. അപ്പോൾ വേറൊരു ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പി വേറൊരു ഡയറക്ഷൻ, അതായത് പി ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പുറത്തെ സൈഡിൽ വരും. അതിനനുസരിച്ച് ആംഗിൾ ഈ സൈഡിൽ വരും. നേരത്തെ ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പല ഡയറക്ഷനിൽ നമുക്ക് ത്രൂ ഔട്ട് 360 ഡിഗ്രി, ആ ബോഡിയുടെ 360 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ അപ്ലൈങ് ദ ഫോഴ്സ്. അത് പല പല ഡയറക്ഷനിൽ ഇങ്ങനെ മാറി മാറി അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് വി വിൽ ഫോം എ കോൺ ഓഫ് ആംഗിൾ. ആ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഒരു കോൺ ഫോം ചെയ്യുന്നുണ്ട്. ആ കോണിനെയാണ് നമ്മൾ എന്ത് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Thus, when the direction of P is gradually changed through 360 degree, the resultant R generates a right circular cone with semi-central angle equal to alpha. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആദർശ് പ്രമോദ് ഉണ്ടോ? ഉണ്ട് സാർ. അശ്വിൻ ജോയ് പ്രസന്റ് സാർ. അഭിജിത്ത് വിനോദ് ആബ്സെന്റ്. അഭിഷേക് ടി ആർ ആബ്സെന്റ്. ആദിൽ അഷ്ഫാഖ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും റിപ്ലൈ ചെയ്യാം. അഭിഷേക് ടി ആർ കേൾക്കാമോ? ഓക്കെ, അഭിഷേക് ടി ആർ ഉണ്ടോ? അഭിഷേക്, ഹലോ അഭിഷേക് ടി ആർ ആബ്സെന്റ്. ഓക്കെ, ആദിൽ അഷ്ഫാഖ്. ഉണ്ടോ? ഓക്കെ. പാറയിൽ അദ്നാൻ നൗഷാദ്. Present, sir. അജിത് എസ്. Present, sir. അജ്മൽ കെ. Present, sir. അമൻ അബ്ദുൾ റഹ്മാൻ.
Present, sir. Present, sir. Okay. Amir Shahul. Present, sir. Okay. Anandu Balandran. Present, sir. Okay. Anandu KR. Present, sir. Okay. Anupama. Present, sir. Ashid VS. Present, sir. Okay. Ayub Nasser. Present, sir. Okay. Ashar Salim. Ashar Salim. Absent. Balu Nived Basi. Present, sir. Palliparamban Abdul Basit. Absent. CA Muhammad Ansil. Present, sir. Okay. Sion CB. Present, sir. Fahad CS. Present. Fahad CS. Fahad CS absent. Fahad Hussein. Sir, Asar undo. Okay. sir, present. Fahad CS absent. സർ 18% ആണ് ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. 13. 18. 16%. Okay. 16% ആണ്. 21 Fahad CS ഇല്ല. Okay. Fahad Hussein. Absent. Gio Shaiju. Absent. Jubaid K Nasir. Sir, present. ആരാണ്? Gio Shaiju. Okay. Jubaid K Nasir. Absent. K Rajesh. Sir, 22 ഉണ്ട് ട്ടോ. Okay. Minhaj. 18 ഉണ്ട്. Okay. Minhaj. Absent. Mohammad Fawaz. Present, sir. Absent. Present. Okay. Mohammad Naeem. Absent. Mohammad Atish. Present, sir. Mohammad Altaf. Present, sir. Mohammad Faris. Present, sir. Mohammad Faiz. Present, sir. Okay. Mohammad Hafiz. Absent. Mohammad Rifan. Absent. Mohammad Yasin. Present, sir. Okay. Nigel Thomas. Present, sir. ES Mohammad Yasin. Present, sir. Okay. Pooja Pratap Kumar. Present, sir. Okay. Riyas TS. Absent. Roshan. Present, sir. Okay. Sahil Babu. Present, sir. Saifuddin. Absent. Salman Faris. Absent. Sanjay Sajeev. Present, sir. Suraj Raju absent. Suhail. Safwan. Suhail absent. Safwan absent. Safwan undo? Absent. Okay. The cone of friction very clear on the theory. Now we can go to the problem. We have a question. A body of weight 300 Newton is lying on a rough horizontal plane having a coefficient of friction as 0.3. Find the magnitude of force which can move the body while acting at an angle 25 degrees with the horizontal. We are having a body which is weighing 300 Newton. 300 Newton weight of block.
and it is lying on a rough horizontal plane. വളരെ rough ആയിട്ടുള്ള ഒരു horizontal plane ആണ്. Rough horizontal planes mean what? It is having friction. നമുക്ക് സ്മൂത്ത് horizontal plane എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ we don't have to consider friction. എവിടെയെല്ലാം നമ്മൾ സ്മൂത്ത് എന്ന് പറയുന്നു അവിടെ നമ്മുടെ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാം. പ്രോബ്ലത്തിൽ സ്മൂത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ we can neglect friction. If it is mentioned that it is a rough surface, we need to consider friction, and they will give the value of coefficient of friction. Okay, so here what is the coefficient of friction? The coefficient of friction is given as 0.3. Rough horizontal plane having a coefficient of friction as 0.3. So mu ന്റെ value തന്നിട്ടുണ്ട്. Find the magnitude of force which can move the body. എത്രത്തോളം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് while acting at an angle 25 degree with the horizontal. The pulling force is acting at an angle 25 degree with the horizontal. So we need to calculate the pulling force P. ഇവിടെ നമുക്ക് P മാർക്ക് ചെയ്തിട്ടില്ല, we can mark. So P, we need to find out the pulling force P which is acting at an angle 25 degree with the horizontal. So we have the weight of the body as 300 Newton which is acting vertically downwards, and normal reaction will be acting upwards, and the force of friction will be against motion. Force of friction will always be acting against motion. What's the impending direction of motion? ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ബോഡിക്ക്? ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അഗെയിൻസ്റ്റ് ദാറ്റ് applied force. So F is acting towards left and pulling force is acting towards right. Clear ആണല്ലോ? How we can draw the free body diagram? Free body diagram നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ since the body is free body diagram, this is our body. Reaction force is acting upwards. Weight of the body is acting downwards. Pulling force is acting at an angle which is 25 degree, and force of friction is acting at an angle in this direction. Okay, clear ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡയഗ്രത്തിൽ വരുന്ന കാര്യങ്ങൾ. How we can solve this problem? എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? എന്താ കണ്ടുപിടിക്കേണ്ടത്? പുള്ളിംഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. We know that since the body is in equilibrium, the sum of all the horizontal force is equal to 0 and the sum of all the vertical force is equal to 0. So apply the condition of equilibrium. എന്താണ് ഈ condition of equilibrium? Condition of equilibrium. Sigma fx is equal to 0 and sigma fy is equal to 0. ഇവിടെ നമുക്ക് 0 വരുന്ന ഏതൊക്കെയാണ്? സിഗ്മ fx എടുത്തേ, ഏതൊക്കെയാ ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാ? ടുവേർഡ്സ് റൈറ്റ് എന്തുണ്ട്? സിൻസ് P is acting at an angle 25 degree with the horizontal, it is an inclined force. P is an inclined force, so it is having a horizontal component P cos 25 and a vertical component which is P sin 25. So P cos 25 is the horizontal force that is acting towards right. It is acting towards right, so നമുക്ക് എന്തെടുക്കാം? It is positive. പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് അടുത്തത് ഏതാണ് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് എഫ് is equal to 0. Where horizontal forces ഒന്നുമില്ല. So sum of these two forces is equal to 0. That is F is equal to the frictional force F is equal to P cos 25. This is equation number 1. Next we are going to sigma Fy. Sum of all the vertical force is equal to 0. That is sum of all the vertical force means what? ഏതൊക്കെ vertical force ഉള്ളത്? Upward direction ഏതുണ്ട്? R is acting upward direction. So positive. ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് R minus W. Then another force which is acting upward is P sin 25. So that is also positive. Upward means positive. P sin 25. The sum of all these forces is equal to 0. Okay. From this we can find out what? We already know the weight of the body. W given. That is given. Given നിങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. Given
W is equal to 300 Newton. Okay. So R minus 300 plus P sin 25 is equal to 0. This is equation number 2. So ഞാനിവിടെ മായ്ക്കുകയാണ്. ഇത്രയും നമുക്ക് കിട്ടി. We already know that F is equal to what? We also know a relation F is equal to mu R. F is equal to mu R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സ്, we know that. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യും. F is equal to mu R, where that is equal to എത്രയാണ്? mu ഓൾറെഡി തന്നിട്ടുണ്ട് 0.3. given mu is equal to എത്രയാണ്? 0.3 എന്ന് തന്നിട്ടുണ്ട്. So substituting that 0.3 R എന്ന് കിട്ടും. So ഏത് ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 becomes എന്താവും? ഇക്വേഷൻ 1 എന്താവും? 1 implies this in 1 implies ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P is equal to എന്തെന്ന് കിട്ടും? 0.3 R divided by cos 25. And I substitute the P value contribution. Okay, substitute that value of P. This is equation number 3. Substituting value of P in equation number 2. And the equation value of P substitute and solve for R. അവിടെ unknown ആയിട്ട് R മാത്രമേ ഉള്ളൂ. What is the value of R? Find out the value of R. അതായത് നമ്മൾ P യുടെ വാല്യൂ 0.3 R cos 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം R ന്റെ ടേമിലായി we can find out R. After finding out R, we can find out P. ചെയ്യാമോ? Once we get the value of R, we can find out the value of P. തനിയെ ചെയ്യാമോ? നീ മനസ്സിലായോടെ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, ഇത് ഫോളോ ചെയ്തോ? വാട്ട്സ് ദി വാല്യൂ ഓഫ് R? ചെയ്യട്ടെ. ഓക്കെ, first write down the question and write down the steps. The steps are given W is equal to 300 Newton. First നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 300 Newton തന്നിട്ടുണ്ട്. mu is equal to 0.3 തന്നിട്ടുണ്ട്. And the angle of inclination of the applied force is 25 degree. And we know that the condition of equilibrium is sigma fx is equal to 0, sigma fy is equal to 0. And substituting sigma fx is equal to 0, horizontal force ഏതൊക്കെയാണ്? P cos 25 and minus F. അതിന് F is equal to P cos 25 എന്ന് കിട്ടും. And taking sigma fy R minus W plus sin P sin 25. That's all we able. You will get another equation. Save this equation, and also we know that what F is equal to mu R എന്നുള്ള equation നമുക്ക് അറിയാം. അതിൽ നമുക്ക് എന്ത് കിട്ടും? F is equal to mu R ൽ നിന്നും F is equal to 0.3 R എന്ന് കിട്ടും. You can find out either you can find out the value of R from this equation and substitute the value of R in this equation. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. Okay, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് പ്രോബ്ലം ഇല്ല. അതായത് we already know that F is equal to P cos 25. അപ്പോൾ ഞാൻ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് P കിട്ടും. നിങ്ങൾ R കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. F is equal to mu R. R is equal to F by 0.3, that is P cos 25 by 0.3. Clear or no? From equation number 1. ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ F is equal to mu R എന്നല്ലേ? F is equal to mu R is equal to 0.3 R. F is equal to 0.3 R. That is R is equal to F by 0.3.
എഫിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? പി കോസ് 25/0.3 എന്ന് വരും. ഓക്കെ, പി കോസ് 20 എഫിന് പകരം പി കോസ് 25 കൊടുത്തു. ദാറ്റ് ഈസ് പി കോസ് 25/0.3 and substitute the value of R in equation 2. എന്ത് വരും? പി കോസ് 25/0.3 minus 300 plus p sin 25 is equal to 0. ഓക്കെ ആണോ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് find the value of p. You get directly the value of p. Instead of finding out r, you can directly get the value of p. Magnitude of force we can move the body എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. p മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റിയാക്ഷൻ ഫോഴ്സ് ചോദിച്ചില്ല. So we don't have to find out reaction force. We can eliminate the reaction force and directly find out p. ചെയ്തു കഴിഞ്ഞോ? സാറേ അപ്പൊ 6 കണ്ടുപിടിക്കണ്ടേ? 6 കണ്ടുപിടിക്കണമെന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ 6നെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി സ്റ്റെപ്പ് കുറയ്ക്കാൻ കഴിയും. Okay. What's the value of p? നോക്കിയോ? എത്ര ഒന്ന് വാല്യൂ p? ചെയ്ത് കഴിഞ്ഞില്ലേ? എത്ര ഒന്നു? 225.9. ആ വാല്യൂ ആണ് എല്ലാവർക്കും വന്നേ. വേറെ ആർക്കെങ്കിലും ആ വാല്യൂ വന്നോ? സെയിം വാല്യൂ വന്നവരുണ്ടോ? ഇല്ല സാറേ, എനിക്ക് വേറെ വന്ന് 149.9 ഒക്കെ വന്ന്. 149.9. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും? സർ എനിക്ക് 87.2 ആണ്. 87.2. എന്താ പലർക്കും പല സോൾവ് ചെയ്യാൻ അറിയില്ലേ? ഞാൻ 6 കണ്ടുപിടിച്ചിട്ടാ ചെയ്തത്. ഓക്കെ, മറ്റേ രണ്ട് മെത്തേഡ് ആയാലും സെയിം വാല്യൂ തന്നെ വരും. കാൽക്കുലേഷൻ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും കിട്ടിയോ കോമൺ വാല്യൂ? സിമ്പിൾ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇതിനകത്തൊരു ട്വിസ്റ്റിംഗും ഇല്ല, ആപ്ലിക്കേഷൻ ഒന്നും വരാത്ത ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, വേറെ ആർക്കും ചെയ്ത് നോക്കിയോ? എനിവൺ എൽസ്? ആറിന്റെ വാല്യൂ എത്ര വന്നു നീ കാൽക്കുലേറ്റ് ചെയ്തപ്പോ? 453.1 ഒക്കെ വന്നു. അതിനകത്ത് പി എത്ര വന്നു?
149.9. സാർ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 148 ആണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. പി എനിക്ക് അങ്ങനെ കിട്ടിയത് സാറ് ചെയ്തെന്ന് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 87.1 ആണ്. $87.1 എത്ര പേർക്ക് വന്നു? ഒരാൾ പറഞ്ഞായിരുന്നല്ലോ, ആരായിരുന്നു അത്? എനിക്ക് കിട്ടിയത്. അതിനാണ്. ഓക്കെ, വേറെ ആർക്കും കിട്ടില്ല 87.1. എങ്ങനെയാ ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ അറിയില്ലേ? സോൾവ് ചെയ്ത് നോക്കിയേ. P cos 25 minus 300 into 0.3, that is 90, plus 0.33 sin 25 is equal to 0. Then P cos 25 plus 0.3 P sin 25 is equal to 90. That is P common എടുക്കുക, cos 25 plus 0.3 sin 25 is equal to 90. That is equal to P is equal to 90 divided by cos 25 plus 0.3 sin 25. മാത്തമാറ്റിക്സ് ആണ്, മെക്കാനിക്സ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഫോർമുലേഷൻ മാത്രമേ ഉള്ളൂ മെക്കാനിക്സ് വരുന്നത്, ബാക്കി ഫുള്ള് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. വാട്ട് ഈസ് cos 25? ഇത്ര ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്ക്. cos 25 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൻസി ഡിഗ്രീസിൽ തന്നെ ചെയ്യണം. റേഡിയൻസിലാണെങ്കിൽ ചിലപ്പോൾ കാൽക്കുലേറ്റർ കിടക്കുന്നത് കൺവേർട്ട് ചെയ്ത് ഡിഗ്രീസിലാക്കണം കേട്ടോ. cos 25 എന്നൊക്കെ 25 റേഡിയൻസ് വരാൻ പാടില്ല. ദിസ് ഈസ് 0.90 സംതിങ് വരും cos 25. ആൻഡ് sin 25 എത്രയാണ്? 0.4 സംതിങ് വരും. 0.3 into 0.42 something വരും. That is equal to 90 divided by, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, 0.9 plus 0.3 into 0.422. That is 1.02. So 90 divided by 1.026, that is equal to 87. കിട്ടൂലേ? കിട്ടുമോ? ഇങ്ങനെയാണോ ചെയ്തത്? നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്ത് നോക്കിയത്? ഹലോ, പോയോ എല്ലാവരും? ഹലോ, ഇങ്ങനെയാണോ ചെയ്ത് നോക്കിയത് കുട്ടികളെ? പൂജ എങ്ങനെയാ ചെയ്തേ? ആ സാർ, സാറ് പറഞ്ഞ രീതിയിൽ തന്നെ. ഇന്നൊരു ആൻസർ കിട്ടിയില്ല? ഇല്ല സാർ, കിട്ടിയില്ല. എന്താ കാൽക്കുലേഷൻ അറിയില്ലേ? ആ സാർ, ഇതൊക്കെ സൈഫുദ്ദീൻ ചെയ്ത് നോക്കിയായിരുന്നോ? സാഹിൽ ബാബു ചെയ്തു നോക്കിയോ? ഓക്കെ, സ്റ്റെപ്പ് മനസ്സിലായോ ഇപ്പോ? നിഖിൽ തോമസ് ചെയ്തു നോക്കിയോ? നിഖിൽ പക്ഷെ തെറ്റാണ് കിട്ടിയത്. എവിടെയാ തെറ്റിയെന്നുള്ള മനസ്സിലായോ? കാൽക്കുലേഷൻ തെറ്റിക്കരുത്. അപ്പൊ നെക്സ്റ്റ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. A body resting on a rough horizontal plane
required a pull of 180 Newton inclined at 30 degree to the plane just to move it. അതായത് 180 ന്യൂട്ടൺ കൊടുത്തപ്പോൾ 180 ന്യൂട്ടൺ 30 ഡിഗ്രി ആംഗിളിൽ കൊടുത്തപ്പോൾ നമുക്ക് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്ന ബോഡിയെ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. അതായത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അവസ്ഥയാണ്. മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനാമിക് ആയി. അപ്പോൾ മൂവ് ചെയ്ത തൊട്ട് മുന്നേ ഉള്ള അവസ്ഥ ലിമിറ്റിംഗ് ഫ്രിക്ഷന് ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈക്വൽ ആവുന്ന കണ്ടീഷൻ വരെ മൂവ് ചെയ്യില്ല. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ആ ഒരു ജസ്റ്റ് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ആ ജസ്റ്റ് ഓവർകമ്മിങ് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും. A body resting on a rough horizontal plane required a pull of 180 Newton inclined at 30 degree to the plane just to move it. അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു. It was found that a push of 220 Newton inclined at 30 degree to the plane just moved the body. അതായത് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുഷിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ 220 ന്യൂട്ടൺ 30 ഡിഗ്രിയിൽ കൊടുക്കേണ്ടി വന്നു. പുള്ളിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ നമുക്ക് 180 മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ പുഷിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ 30 ഡിഗ്രി അതേ 30 ഡിഗ്രിയിൽ പുഷിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ നമുക്ക് 220 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ലൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മനസ്സിലാവുന്നത് നമ്മളിത് പ്രാക്ടിക്കലി നമുക്ക് വളരെയധികം ആപ്ലിക്കേഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നമുക്ക് ഇതേ സിറ്റുവേഷൻ ഇഷ്ടം പോലെ വരുന്നതാണ്. അതായത് നമ്മളിപ്പോ ഒരു എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് പുള്ളും പുഷും ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അല്ലെ. ഒരു ബോഡിയിൽ പുഷിംഗ് ഫോഴ്സ് കൊടുക്കാൻ കഴിയും, പുള്ളിംഗ് ഫോഴ്സ് കൊടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് 180 ന്യൂട്ടൺ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, 220 ന്യൂട്ടൺ നമ്മൾ പുഷ് ചെയ്തു, 30 ഡിഗ്രിയിൽ പുഷ് ചെയ്തപ്പോൾ അത് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ രണ്ട് കേസ് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ബോഡിയുടെ വെയിറ്റും അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പൊ ഇത് എങ്ങനെയാ വരുന്നത്, ഹൗ വി ക്യാൻ സ്റ്റാർട്ട്, എങ്ങനെ തുടങ്ങാം, എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? നേരത്തെ പോലെ പറഞ്ഞ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ട ആദ്യമേ. ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കുക? ഫസ്റ്റ് ബോഡിയുടെ പുള്ളിംഗ് ഫോഴ്സിന്റെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. That is, weight of the body is acting downwards, reaction force is acting upwards, pulling force is acting at an angle 30 degree with the horizontal, and frictional force is acting horizontally against motion. Epochal friction will be acting against motion. Clear now? So what will be the condition? Sigma fx is equal to 0, sigma fy is equal to 0. Epochal condition is the sigma fx is equal to 0. What are the horizontal forces? Sigma fx is equal to 0. What are the horizontal forces? Free body diagram നോക്കുക. ഏതൊക്കെ horizontal forces? Frictional force F horizontal force ആണ്. That is acting towards left, so that is negative. Left side ലായിട്ട് ആക്ട് ചെയ്യുന്നത് അത് നെഗറ്റീവ് ആണ്. Then 180 Newton inclined at 30 degree. 180 Newton inclined at, it is an inclined force, so we need to resolve the force. Inclined ആയിട്ടുള്ള force 180 Newton is acting at an angle 30 degree with the horizontal. തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആണ്. തീറ്റയോട് ചേർന്ന് 30 ഡിഗ്രിയോട് ചേർന്നത് എന്ത് വരും? കോസ് വരും. 180 cos 30. This will be 180 sin 30. Okay, so 180 cos 30 towards positive side ആണ്. അപ്പൊ അത് എന്ത് ചെയ്തു? 180 cos 30 പോസിറ്റീവ് ആണ്. വേറെ ഏതെങ്കിലും horizontal force ഉണ്ടോ? ഇല്ല. This is equal to 0. This means what? F ന്റെ വാല്യൂ കിട്ടും. F is equal to 180 cos 30. That is value of F. The value of what's 180 cos 30?
180 cos 30 എത്ര ഇവിടെ എത്ര വന്നു? നിമൺ 155.88. ഓക്കെ 155.88 ന്യൂട്ടൺ. That is F is equal to എന്താണ്? We already know that F is equal to mu r എന്നുള്ളത് അറിയാം. That is അതിൽ നമുക്ക് എന്ത് കിട്ടും? Mu r is equal to 155.88. This is equation number 1. സാർ ഒന്നുണ്ട്. ഹലോ, പറഞ്ഞോ. മൈനസ് എഫ് പ്ലസ് അതെന്താ മനസ്സിലായില്ല. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഞാൻ ഒന്നുകൂടി പറയാം. സിഗ്മ എഫ് എക്സ് അതായത് നമ്മൾ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ഹൊറിസോണ്ടൽ ഫോഴ്സിനകത്ത് ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്? ഡബ്ല്യു ഹൊറിസോണ്ടൽ ആണോ? ഡബ്ല്യു താഴേക്കാണ് പോകുന്നത്, ആറ് മുകളിലേക്കാണ് പോകുന്നത്. സോ ദീസ് ടു ആർ വെർട്ടിക്കൽ ഫോഴ്സസ്. വെർട്ടിക്കൽ ഫോഴ്സ് മുകളിലേക്ക് താഴേക്കും പോകുന്ന ഫോഴ്സസ് ആണ്. ഹൊറിസോണ്ടലിനകത്ത് നമ്മൾ ഈ ഡയറക്ഷനിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എടുക്കും, ടുവേർഡ്സ് റൈറ്റ് പോകുന്നതാണെങ്കിൽ പോസിറ്റീവ് എടുക്കും, ടുവേർഡ്സ് ലെഫ്റ്റ് പോകുന്നതാണെങ്കിൽ നെഗറ്റീവ് എടുക്കും. ദെൻ വെർട്ടിക്കൽ ഫോഴ്സിനകത്ത് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ പോസിറ്റീവ് എടുക്കും, താഴേക്ക് വരുന്നതാണെങ്കിൽ നെഗറ്റീവ് എടുക്കും. അപ്പൊ ഈ കേസിൽ എഫ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് പോകുന്നത്. സോ ദാറ്റ് ഇസ് മൈനസ് എഫ്. ക്ലിയർ ആണോ? പിന്നീട് 180 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ഫോഴ്സിന്റെ രണ്ട് കോമ്പണന്റ് വരും, ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ് 180 cos 30. അപ്പോൾ 180 cos 30 ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. വെർട്ടിക്കൽ കോമ്പണന്റ് നമ്മൾ സിഗ്മ എഫക്ട്സ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 180 cos 30 ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ് ആണ്, അത് പ്ലസ് വരും. ഇതിനാണ് ദിസ് ഈസ് ഈക്വൽ ടു 0 സിൻസ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതാണ്, മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു 180 cos 30 എന്ന് കിട്ടി. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? 155 പോയിന്റ് എത്രയായിരുന്നത്? 155.8 ന്യൂട്ടൺ. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു mu r ഈസ് ഈക്വൽ ടു 155.8. ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് നമ്മൾ സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുക. ഒന്നാമത്തെ ബോഡിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ, രണ്ടാമത്തെ ബോഡി എടുത്തിട്ടില്ല. കുറെ ഇക്വേഷൻസ് വരും, അത് സോൾവ് ചെയ്താൽ മതി. ഒന്നാമത്തെ ബോഡി തന്നെയാണ് നമ്മൾ പറയുന്നത്. സിഗ്മ എഫ് വൈ എടുക്കുക. സിഗ്മ എഫ് വൈയിൽ ഏതൊക്കെയാണ് ഫോഴ്സ്? മുകളിലേക്ക് ഏതുണ്ട്? റിയാക്ഷൻ ഫോഴ്സ്, ദാറ്റ് ഈസ് ആർ. രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇത് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്ന ആർ ഇങ്ങനെ വരയ്ക്കാം, ആർ ഇങ്ങനെ വരയ്ക്കാം. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഡബ്ല്യു താഴേക്ക് വരച്ചേക്കുന്നത് ഇങ്ങനെ വരച്ചിരിക്കും, നമ്മളിവിടെ മുകളിൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചിരിക്കുന്നത്. രണ്ട് സെയിം തന്നെയാണ്. ആറ് മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്, ഡബ്ല്യു താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ്. ദെൻ പിന്നീട് ഏതാ വെർട്ടിക്കൽ ഫോഴ്സ്? ഇനി ഏതാ വെർട്ടിക്കൽ ഫോഴ്സ്? 180 ന്യൂട്ടൺ ഇംഗ്ലൈൻഡ്. 180 ന്യൂട്ടൺ ഇംഗ്ലൈൻഡ് ആയതുകൊണ്ട് 180 ന്യൂട്ടന്റെ സൈൻ കോമ്പണന്റ്, കോസ് കോമ്പണന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 180 കോസ് ഹൊറിസോണ്ടൽ ആണെന്നുള്ളത് പറഞ്ഞു. കോസ് 30 അല്ലേ? ഓക്കെ. 180 സൈൻ 30 മുകളിലേക്കുണ്ട്, അപ്പൊ അത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് പ്ലസ് 180 സൈൻ 30. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഉണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്താൽ നിങ്ങൾ മനസ്സിൽ തന്നെ റിസോൾവ് ചെയ്യാതെ നമുക്ക് എപ്പോഴും this is equal to 0. This is equal to 0 means what? Already weight of the body given 180 Newton. Sorry, 180 Newton തന്നിട്ടില്ല. weight of the body അല്ല, full ആണ്. weight of the body നല്ല കണ്ടുപിടിക്കാനുള്ളതാണ്. Then ഇത് സോൾവ് ചെയ്തേ. ഇത് സോൾവ് ചെയ്യുമ്പോൾ r minus w is equal to minus 180 sin 30. Okay. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? r is equal to നമുക്ക് ഓൾറെഡി മനസ്സിലായി എന്താണ്. r is equal to എന്താണ്? 155 by f by 155 എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? r is equal to f by mu അങ്ങനെ വേണം കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട ഇതിങ്ങനെ ഇക്വേഷൻ 2 ആയിട്ട് സേവ് ചെയ്തേക്കാം. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്തു? നൗ വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ബോഡി 2. രണ്ടാമത്തെ ബോഡി കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. റിയാക്ഷൻ മോഡിലേക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. നമ്മൾ സ്ഥിരം എടുക്കുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. weight of the body is acting downwards, reaction is acting upwards. So this is R1 and this is R2. Okay.
Here, the frictional force will be acting in this direction because we are pushing the body. Pushing the body. Coefficient of friction മാത്രം മാറ്റം വരത്തില്ല കാരണം coefficient of friction സെയിം ആയിരിക്കും. മ്യൂ സെയിം തന്നെ ആയിരിക്കും കാരണം സർഫസ് ചേഞ്ച് ആവുന്നില്ല. അപ്പൊ ഇവിടെ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, R2 ഇക്വേഷൻ R2 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പൊ അതൊന്ന് നോക്കുക, ചെയ്തു നോക്കാലോ. ദിസ് ഈസ് F1 ആണ്. ടൈം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. F1 എഴുതാം. R2, F2. This is our pulling force 220 Newton. അതിന്റെ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ഇതിനകത്ത് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്ത് നോക്കിക്കൂടെ? അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക, പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഹലോ, ഓക്കെ. മ്യൂ സെയിം തന്നെയാണ്. F1 R1 F2 R2 വരുന്നുണ്ട്. അതേ ഉള്ളൂ വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. F1 R1 വരും, F2 R2. കാരണം ഫ്രിക്ഷൻ നമുക്ക് വ്യത്യാസം വരും, റിയാക്ഷൻ വ്യത്യാസം വരും. പക്ഷെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം തന്നെ ആയിരിക്കും. സെയിം ബോഡി തന്നെയാണ്, സെയിം ബോഡിയും സെയിം സർഫസും തന്നെയാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ഇവിടെയും ഇതിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ബോഡിയുടെ കേസിൽ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐ എടുത്ത് നോക്കുക. സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് ഐ 0 എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, അത് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് 2 ഇക്വേഷൻ കിട്ടും. ഈ 4 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് മ്യൂ ആൻഡ് ഡബ്ല്യു നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ? ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കണം. നിങ്ങൾ ലെക്ചർ നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം കൂടി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.